വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം. വചനം ദൈവത്തിൻ വചനം. സ്റ്റീഫ, പള്ളി കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഞാനിപ്പോ ഓർക്ക് ചെയ്തു. അത് പിന്നെ വികാരേശനൊന്ന് കാണാൻ വേണ്ടി മേടയിൽ കയറിയതാ. ഓ, ഞങ്ങൾ ഈ ഷോർട്ട് കട്ട് വഴി ഇങ്ങോട്ട് പോകുന്നു. ആ പള്ളിക്കലെ മറിയച്ചേർത്തി പറഞ്ഞു നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെന്ന്. ഇന്നലെ സ്റ്റീഫൻ വിളിക്കുമ്പോഴേ ഓഫീസിന് നല്ല തിരക്കായിരുന്നു. അതന്ന് കാലത്ത് പള്ളിയിൽ കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. ആർക്കും ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്? അത് നമ്മുടെ ആ തേങ്ങാപ്പുറക്കിലെ അഗസ്റ്റിനില്ലേ, അഗസ്റ്റിന്റെ മോനാ. ആ പയ്യൻ സൈക്കിളിൽ പോരുമ്പോ കാറ് മുട്ടിയതാ. തലയടിച്ചാ പയ്യൻ വീണത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയണേ. സ്റ്റീഫൻ ഒരു 10 മണി കഴിയുമ്പോ എന്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം. ഇന്നലെ മിനിഞ്ഞാന്നുമായി കുറച്ച് പണം ഞങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. വികാരിച്ചനും കുറച്ച് പണം തന്നിട്ടുണ്ട്. ഏതായാലും നാളെ തന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയാകുമ്പോഴേക്കും പണം അടച്ചാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീഫനെ പോലെ നല്ല മനസ്സുള്ളവരുള്ളതുകൊണ്ട് ആ പയ്യനെ പോലെ ഉള്ളവരുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നടന്നുകൊള്ളും. എത്ര പേരുടെ അടുത്താ നിങ്ങൾ കയറി ഇറങ്ങുന്നതല്ലേ? അതിനുള്ള നന്മ നിങ്ങൾക്ക് ദൈവം തരും സ്റ്റീഫ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിച്ചു കഴിയുമ്പോൾ മനസ്സിനൊരു ആശ്വാസം. നമ്മളെ കൊണ്ട് അത്രയെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത്. ഞാൻ സ്റ്റീഫനോട് പറയാറില്ലേ, ഇതുപോലുള്ള എന്ത് സഹായത്തിന് വേണ്ടിയും എന്നെ വിളിച്ചോളാൻ. വിളിച്ചപ്പോഴെല്ലാം ഞാൻ സഹായിച്ചിട്ടില്ലേ? ഇതുപോലുള്ള കുറച്ചു പേരുടെ നല്ല മനസ്സാ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള സഹായം ചെയ്യാൻ കഴിയുന്നത് തന്നെ. നേരത്തെ സ്റ്റീഫൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോരുത്തരെ സഹായിക്കുമ്പോ കിട്ടുന്ന മനസമാധാനത്തെ പറ്റി. പണം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോ കിട്ടുന്ന സന്തോഷത്തിനേലും മേലാ അത്. അതെ. ഇനിയിപ്പോ സ്റ്റീഫൻ അങ്ങോട്ടാ? അല്ല, ഞാനിത് പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാ. ഇനിയിപ്പോ തിരിച്ചു വീട്ടിലേക്കാ. പോകുന്ന വഴി ആ ആലുക്ക തോമസേട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഇന്നലെ ഫോണിൽ വിളിച്ച് ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി, എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ ഓഫീസിലേക്ക് വന്നാ മതി. ശരി. ശരി സ്റ്റീഫ, ഞങ്ങളത് നടക്കട്ടെ. എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 10-ാം വാക്യം. സ്റ്റീഫൻ ചേട്ടാ, അവിടെ നിന്ന് റോയോ? ഇപ്പൊ എഴുന്നേറ്റ് വരുന്നുള്ളൂ. നേരത്തെ എഴുന്നേറ്റിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റിട്ട് എന്തിനാണ്? അല്ല, അപ്പൊ ജോലിക്ക് പോകുന്നില്ലേ നീ? അല്ല, ആ പെട്രോൾ പമ്പിൽ നീ ജോലിക്ക് പോയിരുന്നല്ലേ? അതൊന്നും ശരിയാവില്ലെന്ന്. ആ പെട്രോൾ പമ്പിന്റെ മുതലാളി ഉണ്ടല്ല, അയാള് ശരിയല്ലെന്നേ. ഒരു വക അടിമകളോട് ഇടപഴകണ മാതിരിയാണ് അവിടുത്തെ ജോലിക്കാരോട് അയാള് പെരുമാറുന്നത്. ഇതൊന്നും സഹിച്ച് അവിടെ നിൽക്കാൻ എന്നെ കിട്ടൂല. അയാൾക്കാരും വിശ്വാസമില്ലെന്ന്. അല്ല, അപ്പൊ ജോലിക്ക് പോവാതെ എങ്ങനെ കഴിഞ്ഞുകൂടും എന്റെ റോയി?
ആ നോക്കുന്നുണ്ട്. ആ. കൂടാതെ ഗൾഫിലേക്ക് പോയാലോ എന്നൊരാലോചന ആ, അത് കൊള്ളാം. ഇവിടെ നാട്ടിലേലും ഇരട്ടിയുടെ ഇരട്ടി ശമ്പളം കിട്ടൂലോ. കാലത്ത് പൗലോസേട്ടനും ഭാര്യയായിട്ട് എന്താണ് ഒരു ചർച്ച? അതോ? ആ, അതാ തേങ്ങാപ്പുറക്കിലെ അഗസ്റ്റിന്റെ മോനില്ലേ, ആ കാറിടിച്ചു പോയാലോ? ആ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഒരു സഹായം ചെയ്യാൻ വേണ്ടി അതിനെപ്പറ്റി പറഞ്ഞ ഞങ്ങള്. പുള്ളി അപ്പൊ തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആർക്ക് എന്ത് സഹായം ചോദിച്ചു തന്നാലും പൗലോസ് ഇല്ലെന്ന് പറയില്ല. മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്യും. അതിനൊരു മടിയില്ല. അല്ലടാ, നിനക്ക് വേണമെങ്കിൽ പൗലോസിനോട് എന്തെങ്കിലും ഒരു ജോലി ചോദിച്ചൂടെ? പിന്നെ അയാളുടെ അടുത്ത് ഞാൻ ജോലിക്ക് പോകാൻ പോണു. അതെന്താ? പണിയില്ല എനിക്ക്. അയാള് വലിയ പൊങ്ങച്ചക്കാരനാണെന്നേ. ഇനി എന്തെങ്കിലും ഒരു ജോലി തന്നിരിക്കട്ടെ, നാട്ടുകാരെന്താ കരുതാൻ പോണത്? ഞാൻ അയാളുടെ ഔദാര്യത്തിലാണെന്ന് അല്ലേ? അങ്ങനെ ഇപ്പൊ അയാൾ ആളാകണ്ട. അയാൾ ഈ സഹായമൊക്കെ ചെയ്യുന്നത് എന്തിനാ? ആള് കളിക്കാൻ. എന്റെ സ്റ്റീഫൻ ചേട്ടാ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ അയാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരക്കാൻ? എന്തിനാ റോയി ഇങ്ങനെയൊക്കെ പറയുന്നേ? പൗലോസ് നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് എന്ത് സഹായം ചോദിച്ചു തന്നാലും വെറും കൈയോടെ ഒരാളെയും പൗലോസ് പറഞ്ഞുവിടില്ല. അങ്ങനെയുള്ള ഒരാളെ പറ്റി ഈ മാതിരി സംസാരിക്കുന്നത് തെറ്റാണ് റോയ്. ഞാൻ പോണു റോയ്. അല്ല, ഓ ഒരു പുണ്യാളം പോണു. വലിയ സഹായികള് സഹായിക്കണ പേരും പറഞ്ഞ് ഇവനൊക്കെ കാശ് അടിച്ചു മാറ്റണേന്ന് ആര് കണ്ട്? അല്ല, ഈ പൗലോസേട്ടൻ ഇങ്ങനെ ചെല്ലുന്ന ആളുകളെ മുഴുവനും സഹായിക്കാനായിട്ട് തലക്കും അല്ല അസുഖം ഉണ്ടാവും. ഓഫ്, ഓർത്തിട്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വാ. അല്ല റോയ്. ഓ, എന്താ റോയ്? ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അല്ല, ഞാൻ പൗലോസേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണേ. പറയ്. അത് ചേട്ടൻ ഒത്തിരി പേരെ ഒത്തിരി കാര്യങ്ങൾക്ക് സഹായിക്കാറുണ്ടല്ലേ? എന്താ റോയ് അങ്ങനെ ചോദിച്ചത്? കാര്യം ശരി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ കൊടുക്കുന്ന സഹായങ്ങളെല്ലാം അർഹരായിട്ടുള്ളവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്ന് ചേട്ടൻ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പൊങ്ങച്ചക്കാരൻ എന്നേ മറ്റുള്ളവർ ധരിക്കും. പിന്നെ ഞാൻ അവരെ സഹായിച്ചു ഇവരെ സഹായിച്ചു എന്നൊക്കെ വീരുവാദം മുഴക്കുന്നവരെ കണ്ടിട്ടില്ലേ? അല്ല, ചേട്ടൻ അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇവിടെ എന്ന് പറയാൻ കാരണം എന്താ? എന്റെ ചേട്ടൻ പലപ്പോഴും പലരെയും സഹായിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണം അത്രയുമായി തന്നെ ആളുകളുടെ കയ്യിൽ എത്തുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. റോയ് ആരെ പറ്റി പറയുന്നത്? സ്റ്റീഫനെ പറ്റിയാണോ? അതെ, കൊടുക്കുന്നതും സഹായിക്കുന്നതും ഏൽപ്പിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അർഹരായവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ. ഞാൻ പറഞ്ഞേട്ടാ, ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അല്ല, നേരത്തെ പറഞ്ഞല്ലേ ഓഫീസിലേക്ക് ഇറങ്ങിയാണ്. എന്തു പറ്റി?
എന്താ ചേട്ടനെ ആലോചിക്കുന്നു? എന്റെ ചേട്ടാ, ആ ചെറുക്കൻ പറഞ്ഞിട്ട് പോയത് ശരിയല്ലേ? നമ്മൾ ഈ സ്റ്റീഫനും അതുപോലെയുള്ളവരും ഒന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കുകയല്ലാതെ ആർക്കാ കൊടുക്കുന്നേ, എത്രയാ കൊടുക്കുന്നേ എന്നുവല്ലോ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, അതിപ്പോ അല്ലേ തന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ സഹായിക്കുന്നത്? ഹാർട്ട് ഓപ്പറേഷൻ, വീട് വയ്ക്കാൻ, കിഡ്നി മാറ്റാൻ, മജ്ജ മാറ്റാൻ എത്ര രൂപയാ ചേട്ടനിങ്ങനെ കൊടുത്തിരിക്കുന്നത്? ആ കാശെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും മതിയാക്കി ദാനം ചെയ്യല്. ഇന്നാ സ്റ്റീഫൻ പണം വാങ്ങിക്കാൻ ഓഫീസിൽ വരുമ്പം പറഞ്ഞാര് പറ്റില്ലാന്ന്. അതെ, നമ്മൾ ആ വീട്ടുകാർക്ക് നേരിട്ട് കൊടുത്തേക്കാന്ന് പറയും. എന്തിനാന്നേ ചേട്ടൻ ഇങ്ങനെ അധ്വാനിക്കുന്ന പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അവർ അധ്വാനിച്ചുണ്ടാക്കട്ടെ. അല്ല പിന്നെ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസോസ് 6:11. ചേട്ടൻ ഓഫീസിൽ പോകുന്നില്ലേ? ആ ആ സെലീൻ, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴാ സെലീൻ അങ്ങോട്ട് കയറി പോണണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്താ. പിന്നെ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോ ആരും കണ്ടില്ല. ബെല്ലടിച്ചിട്ടും വിളിച്ചിട്ടും ആരും വന്നില്ല. നിങ്ങൾ വീട്ടിലില്ലായിരുന്നല്ലേ? എന്തേ? അല്ല, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ആ ആക്സിഡന്റ് പറ്റിയ പയ്യനെ സഹായിക്കുന്ന കാര്യം. അപ്പൊ എന്നോട് ഓഫീസിൽ വരാൻ പൗലോസ് പറയുകയും ചെയ്തു. അതനുസരിച്ച് ഓഫീസിൽ ചെന്നിരുന്നു. പക്ഷെ ഓഫീസിൽ പൗലോസ് ഉണ്ടായിരുന്നില്ല. അതിപ്പോ നടക്കൂന്ന് തോന്നുന്നില്ല സ്റ്റീഫ. ഇപ്പൊ കാശിനൊക്കെ കുറച്ച് ടൈറ്റാ. അയ്യോ, അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? പൗലോസ് അന്ന് പണം തരാന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പയ്യന്റെ വീട്ടുകാരോട് വാക്കും പറഞ്ഞുപോയി. അല്ല, സ്റ്റീഫൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഓരോരോ സഹായങ്ങളുടെ പേരിൽ ചോദിക്കുമ്പോ ഒക്കെ പണം എടുത്തു തരാൻ ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന? ഇതിന് മാത്രം സമ്പാദ്യം ഉണ്ടെന്നാണ് വിചാരം? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വെറുതെ കിട്ടിയതൊന്നുമല്ല. എന്റെ ചേട്ടൻ നല്ല പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇത്രയും കാലം സ്റ്റീഫൻ പറഞ്ഞതനുസരിച്ച് കുറെ പേർക്ക് സഹായം ചെയ്തിട്ടില്ലേ? അത്രയും പുണ്യമൊക്കെ മതി. ഇനി അതിന്ന് പാവങ്ങൾക്ക് പങ്കിടാൻ താല്പര്യവും ഇല്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? കഴിഞ്ഞ തവണ കണ്ടപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ സെലിം പറഞ്ഞിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അല്ല, സ്റ്റീഫന് പാവങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്റെ ചേട്ടനെ കൂട്ടുപിടിക്കുന്ന എന്തിനാ? സ്വയം അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടായിക്കൂടെ? അതെങ്ങനെയാ? കയ്യിലെ കാശെടുത്ത് ചെലവാക്കുമ്പോഴല്ലേ ദണ്ണം ഉണ്ടാവൂ. മറ്റുള്ളവന്റെ കയ്യിലെ കാശ് വാങ്ങിക്കൊടുക്കുമ്പോ ആ പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ പണം കൊണ്ട് പേരും പ്രശസ്തിയൊക്കെ സ്റ്റീഫനും. പണവും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ല ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത്. പണം തന്നത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് തന്നെയാ ഓരോരുത്തർക്ക് പണം കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നെ സ്വന്തം പണം കൊടുത്ത് സഹായിക്കാൻ അതെന്റെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് തന്നെയാ. നിങ്ങളെപ്പോലെ സ്വത്തും സമ്പാദ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേനെ. ചെയ്തേനെ, കൊടുത്തേനെ. ഇതൊക്കെ പറയാൻ എളുപ്പമാ. സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അത്ര എളുപ്പമല്ല, അല്ലേ? അങ്ങനെയല്ല ശരി ഞാൻ അർത്ഥമാക്കിയത്. അങ്ങനെ തന്നെയാ താൻ പറഞ്ഞത്. താൻ ആള് കൊള്ളാലോ. പണം കിട്ടാതെ ആയപ്പോ സംസാരത്തിന്റെ രീതി മാറി കണ്ടില്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തനിക്കിനി മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വയം പണിയെടുത്തുണ്ടാക്കുന്ന കാശുകൊണ്ട് മതി. സഹായം സഹായം എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കരുത്, കേട്ടല്ലോ? ഇതെന്ത് പറ്റി? വന്ന വഴി ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? ആ പിന്നെ വരുന്ന വഴി ഞാൻ ആ സ്റ്റീഫനെ കണ്ടിരുന്നു. അയാൾക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി മേലാ സഹായമൊന്നും പറഞ്ഞ് അയാൾ ഇവിടെ കയറി വരില്ല. എന്താ ചേട്ടനൊന്നും മിണ്ടാത്തത്?
എന്തുപറ്റി വല്ലാതെ? ഒരു പ്രശ്നമുണ്ട്. എന്താ? മുംബൈയിൽ നിന്ന് രാജേഷ് വിളിച്ചിരുന്നു. നമ്മൾ ലാസ്റ്റ് അയച്ച മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ലത്രേ. അവരത് റിജക്ട് ചെയ്തു. 2 ലോഡ് അവർ തിരിച്ചയക്കുക. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുമെടുത്തും കിട്ടുന്നില്ല. വലിയൊരു നഷ്ട നമ്മുടെ കമ്പനിക്ക് സംഭവിക്കാൻ പോണത്. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം എടുക്കുന്ന ക്ലയന്റ് അവർക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു വിശ്വാസക്കുറവ് സംഭവിച്ച അത് നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും. എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്തൊരു ഗതികേടാ ദൈവമേ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇല്ലാത്തൊരു പരീക്ഷണമാണല്ലോ ഇത്. ചേട്ടാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നമ്മൾ തന്നെയാ ചേട്ടാ. അത്യാഗ്രഹവും അഹങ്കാരവും നമ്മളെ ബാധിച്ചപ്പോ സഹായത്തിനായി കൈനീട്ടുന്ന പാവങ്ങൾക്കെതിരെ നമ്മൾ കണ്ണടയ്ക്കാൻ തുടങ്ങിയപ്പോ ദൈവം നമ്മളെ കൈയൊഴിഞ്ഞതാ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. സെലിൻ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി നമ്മുടെ തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുത്തരുത്. അത് ദൈവഹിതത്തിനെതിരാകരുത്. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 1 സാമുവേൽ 2-ാം അധ്യായം 7-ാം വാക്യം. അതിന് ചെയ്യാൻ തെറ്റിയതാ. ഇപ്പൊ ശരിയാക്കി തരാം. ശരിയായതാ. പോലീസേ, വാ പോലീസേ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട സ്റ്റീഫ, നീ ക്ഷമിക്കട. അന്ന് ആ റോയി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ പൊട്ട ബുദ്ധിക്ക് തോന്നിയത് ഇതല്ല. ഞാൻ വഴി വെച്ച് സ്റ്റീഫനോട് പറഞ്ഞതൊന്നും സ്റ്റീഫൻ മനസ്സിൽ വെച്ചേക്കരുത്. വേണ്ടാത്ത ചിന്തകൾ വന്ന് മനസ്സിൽ കയറിയപ്പോ പറഞ്ഞതൊക്കെ അല്പം അതിര് കടന്നുപോയി. അതിനെല്ലാത്തിനും ഞാൻ സ്റ്റീഫനോട് മാറ്റി ചോദിക്കുക. എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനതൊക്കെ അപ്പഴേ വിട്ടു. എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന്റെ പിന്നില് എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അതിന് കാരണക്കാരൻ റോയി ആയിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. റോയി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനതൊന്നും ചെവിക്കൊള്ളാൻ പാടില്ലായിരുന്നു. നിന്നെ അവിശ്വസിക്കാനും പാടില്ലായിരുന്നു. സംഭവിച്ചുപോയി. അതൊന്നും സാരമില്ല പോലീസേ. അങ്ങനെയല്ല സ്റ്റീഫ. അല്പനേരത്തേക്കെങ്കിലും ദൈവത്തെ മറന്നതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടി. ബിസിനസിൽ ചേട്ടന് വലിയൊരു നഷ്ടം സംഭവിച്ചു. ഞാൻ ഇതുവരെ സമ്പാദിച്ചതിന്റെയൊക്കെ ഒരു പങ്ക് നിന്നിലൂടെ ഞാൻ പാവങ്ങൾക്ക് നൽകിയപ്പോ എന്റെ കൂടെ കർത്താവുണ്ടായിരുന്നു സ്റ്റീഫ. പക്ഷേ ഇന്ന് ഞാൻ എന്റെ അത്യാഗ്രഹം മൂലം ഇനി ഒരാൾക്കും സഹായം ചെയ്യില്ലെന്ന് തീരുമാനിച്ചപ്പോ അപ്പോ ദൈവസഹായം എന്നെ വിട്ടുപോയി. ഞാൻ നിനക്ക് വാക്ക് തരാം സ്റ്റീഫ. ഇനി ആർക്ക് എന്തു സഹായം വേണമെങ്കിലും നിനക്ക് എന്റെ അടുത്ത് വരാം. ഞാനിനി സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക് ഈ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്കുള്ളതായിരിക്കും. ഇത്രയും കാലം ചെയ്തതുപോലെ അർഹതപ്പെട്ടവരിലേക്ക് അതെത്തിക്കേണ്ട ചുമതല നിന്റേതാ സ്റ്റീഫ. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും പോലീസേ. നിങ്ങളുടെ ഈ സൽപ്രവൃത്തികളൊക്കെ ദൈവം കാണാതെ പോവില്ല. എന്നാ ഞങ്ങളിറങ്ങട്ടെ. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക.
അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 3-4 വാക്യങ്ങൾ. ശരി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ചേട്ടാ. ആ പയ്യനെ സഹായിക്കാനുള്ള പണം കിട്ടിയില്ലേ? അല്ല, അതിലിപ്പോ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ ഇതിനു മുമ്പ് എത്രയോ പേരെ സഹായിച്ചിരിക്കുന്നു. ഇടക്കൊക്കെ ഒരാളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റില്ലെന്ന് കരുതി ചേട്ടനാവുന്നു അത്ര വലിയ കാര്യമാകേണ്ടത്. ആ പയ്യനെ സഹായിക്കാൻ പണം റെഡിയായില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. പൗലോസേട്ടൻ പണം തരൂലെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞതല്ലോ, നീ പറയിപ്പിച്ചതല്ലേ? എന്താ എടാ, നീ പൗലോസിനെ കാണാൻ പോയതും എന്നെ കുറിച്ച് പൗലോസിന് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് നേട്ടാടാ ഉണ്ടായത്? പാവപ്പെട്ട ഒരു കുടുംബത്തിന് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കിയപ്പോ നിനക്കതിൽ നിന്ന് എന്ത് സന്തോഷം ഉണ്ടായത്? റോയി, നീ ഒരിടത്ത് മുടക്കിയപ്പോ വേറെ 4 സ്ഥലത്ത് 4 വഴികള് ദൈവം ഞങ്ങൾക്ക് തുറന്നു തന്നു. അന്ന് അഗസ്റ്റ്യൻ ചേട്ടന്റെ മകന് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കിയപ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ നിനക്കോ നിന്റെ കുടുംബത്തിനോ ഈ ഒരവസ്ഥ വന്ന നിന്നെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോ അത് ഇതുപോലെ ആരെങ്കിലും മുടക്കിയ നിനക്കെന്ത് തോന്നും എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം നീ ഇന്ന് വരെ ആരെയൊന്നും സഹായിച്ചിട്ടില്ല. സഹായിക്കുന്നവന്റെയും സഹായം കിട്ടുന്നവന്റെ മാനസിക ആനന്ദം നീ അനുഭവിച്ചിട്ടില്ല. അത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തെ അടുത്തറിയുന്നവരാ. നീ ദൈവത്തെ അല്ല, ചികിത്സാനെ അടുത്തറിഞ്ഞിരിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ടതാ. ആ നിന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ ഉണ്ടാവൂ. പിന്നെ നീയല്ല, ആരെതിർത്താലും മറ്റുള്ളവരെ സഹായിക്കുന്നത് ഞാൻ നിർത്തില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നെ സഹായിക്കുന്നതും നയിക്കുന്നതും കർത്താവാ. കർത്താവ് എന്റെ പക്ഷത്താണെങ്കിൽ ഞാൻ പിന്നെ ആരെ പേടിക്കണടാ? നിന്റെ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും ദൈവം തരും പ്രതിഫലം. പിന്നെ ഒരപേക്ഷയേ ഉള്ളൂ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് പ്ലീസ്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.